Hello guys, welcome back to the video. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 30,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് ക്യാമറ സ്മാർട്ട്ഫോൺസ് ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സൈഡിൽ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. ഇതൊക്കെ നിങ്ങൾ ആയിട്ട് അടുത്താണ്. അപ്പോൾ അത്രയുള്ളൂ, കൂടുതൽ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട്ഫോൺ എന്ന് പറയുന്നത് സാംസങ് ഫാൻസിനുള്ളതാണ് സാംസങ് ഗാലക്സി S24 FE. സോ നിങ്ങളൊരു നല്ല പ്രീമിയം ലുക്കിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ, നല്ലൊരു ക്യാമറ ക്വാളിറ്റി കിട്ടുന്ന സ്മാർട്ട് ഫോൺ, പിന്നെ അത്യാവശ്യം ഒരു നോർമൽ പെർഫോമൻസ് വെച്ച് വരുന്ന സ്മാർട്ട് ഫോൺ, അതൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഹെവി ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺസ് ഒക്കെ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hz ഫുൾ HD പ്ലസ് ഡൈനാമിക് ആമോലെഡ് ഡിസ്പ്ലേക്കാണ് വരുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ എക്സിനോസിൻ്റെ 2400E എന്ന് പറയുന്ന പ്രോസസറാണ്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ നിങ്ങൾ ഹെവി ഗെയിമിങ്ങിനാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ മാറ്റുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്, പ്ലസ് 12 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 10 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 8K വീഡിയോസ് 24 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും മെയിൻ ക്യാമറയിൽ നിന്ന്. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4700 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 വരുന്നത്. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB റോം വേരിയന്റ് 34,990 റുപ്പീസിനാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 33,874 റുപ്പീസിന് വാങ്ങാവുന്നതാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് പെർഫോമൻസിലാണ് വരുന്നത്. പിന്നെ ബാറ്ററി 4700 mAh ബാറ്ററിക്കാണ് വരുന്നത്. പിന്നെ ബോക്സിനകത്ത് ചാർജറൊന്നുമില്ല. ഇത് എൻവയോൺമെൻറ്റിൻ്റെ അടുത്ത് സ്നേഹം ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് സ്നേഹം എന്നൊക്കെ ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് ബോക്സിനകത്ത് ചാർജർ വയ്ക്കാതെ. അപ്പോൾ അതൊക്കെ വെളിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് വരും. അപ്പം അതൊക്കെ ഉള്ളൂ പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിക്കും നല്ലൊരു പ്രീമിയം ലുക്കിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസായ S24 S23 കിട്ടുന്ന അതേ ഡിസൈനാണ് ഇവിടെയും വരുന്നത്. സോ നിങ്ങൾ ഒരു കവറൊക്കെ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ഇത് ഏത് പോകണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഏതാണെന്നുള്ളത് തിരഞ്ഞെടുക്കുക, നിങ്ങൾക്ക് പറ്റിയ സ്മാർട്ട് ഫോൺസ് നോക്കുക. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഷവമിയുടേതാണ്, Xiaomi 14CV. സോ ഇതും ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hz 1.5K AMOLED ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേക്കാണ് വരുന്നത്. അതായത് 4 സൈഡും കർവ് ചെയ്ത ഡിസ്പ്ലേ ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് 50 മെഗാപിക്സൽ പ്ലസ് 12 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെൻറ്റ്സ്. ഇവിടെ സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ ഡ്യുവൽ ക്യാമറാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു ഡൈനാമിക് ഐലൻഡിൻ്റെ ലുക്കുള്ള ക്യാമറാസ് ആണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഈ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4700 mAh ബാറ്ററിക്കാണ് വരുന്നത്. 67 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 വരുന്നത്. സോ അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. പിന്നെ UFS 4.0 കിട്ടുന്നുണ്ട്. സോ ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. സോ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 256GB റോം വേരിയന്റ് 30,999 റുപ്പീസിനൊക്കെയാണ് വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്, Vivo T3 Ultra. സോ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ, ഒരു കിടിലൻ പെർഫോമൻസ് നല്ലൊരു കിടിലൻ ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. 6.78 ഇഞ്ചസിൻ്റെ 1.5K 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേക്കാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekൻ്റെ Dimensity 9200+ ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലൻ പെർഫോമൻസ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OIS-ൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ 50 മെഗാപിക്സലിൻ്റെ തന്നെ സെൽഫി ക്യാമറയൊക്കെയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ നിന്നും ബാക്ക് ക്യാമറ നിന്നും. സോ രണ്ട് ക്യാമറയിൽ നിന്നും 4K വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയൊക്കെയാണ് വരുന്നത്. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 വരുന്നത്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 128GB റോം വേരിയന്റ് 29,968 റുപ്പീസാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 28,716 റുപ്പീസിന് വാങ്ങാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്, Moto H60 Pro. സോ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. ഒരു ബെസ്റ്റ് പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകും. 120 Hz 1.5K POLED ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേക്കാണ് വരുന്നത്. സോ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് നോക്കാവുന്ന ഒരു ചോയ്സ് ആണ്. ഇനി പ്രോസസറിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് MediaTekൻ്റെ Dimensity 8350 Extreme എന്ന് പറയുന്ന പ്രോസസറാണ്.
ഏകദേശം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ആയിട്ടൊക്കെ വരും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് 10 മെഗാ പിക്സൽ പ്ലസ് 50 മെഗാ പിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 50 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും. സോ രണ്ട് ക്യാമറ എന്നും 4K വീഡിയോസ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. ഇവിടെ ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റി, നല്ലൊരു വീഡിയോ ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിക്കാണ് വരുന്നത്. 90 വാട്ട്സിൻ്റെ ടർബോ പവർ ചാർജറാണ്, ടർബോ ഫ്ലാഷ് 90 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. പിന്നെ 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഒരു സാധനത്തിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 256GB ROM വേരിയൻറ്റ് 29,999 rupees വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 28,499 rupees വാങ്ങാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഐക്യൂൻ്റെതാണ്, ഐക്യൂ നിയോ 10R. സോ ഒരു കിടിലൻ പെർഫോമൻസിന് നല്ലൊരു ക്യാമറ ക്വാളിറ്റിക്ക് ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റി ഒക്കെ കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. 144 Hzന്റെ 1.5K ഫ്ലാറ്റ് ആമോലെഡ് ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ സ്നാപ്ഡ്രാഗന്റെ 8th Gen 3 ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഒരു കിടിലൻ പെർഫോമൻസും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ്, 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റി, നല്ലൊരു വീഡിയോ ക്വാളിറ്റി ഒക്കെ ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 6400 mAh ബാറ്ററിയാണ്, പിന്നെ 80 വാട്ട്സിന്റെ ഫ്ലാഷ് ചാർജിങ്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 256GB ROM വേരിയൻറ്റ് 28,999 rupees വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 27,499 rupees വാങ്ങാം. സോ ഇതൊക്കെയാണ് 30,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, സൈഡിൽ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഉള്ളൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.